നമഃശിവായ. അമ്മയുടെ സന്ദേശം. മക്കളെ, എല്ലാവരെയും അമ്മ ഹൃദയത്തിൽ കാണുന്നു. നിങ്ങളുടെ നന്മയ്ക്കും ലോകത്തിൻ്റെ സമാധാനത്തിനും വേണ്ടി അമ്മ എപ്പോഴും പരമാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രദേശത്തിനും, ഓരോ സ്ഥലങ്ങൾക്കും, ഓരോ മണ്ഡരിക്കും, വ്യക്തികൾക്കും, വീടിനും, കാടിനും, കടലിനും അതിൻ്റേതായൊരു സ്പന്ദനമുണ്ട്. ആ സ്പന്ദനമാണ് അതിൻ്റെ മന്ത്രം. അതുപോലെ ഈ പ്രപഞ്ചത്തിനാകമാനമുള്ള ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രമാണ് യജ്ഞം, കൊടുക്കൽ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൊടുക്കലും വാങ്ങിക്കലും നമ്മൾ പോലും അറിയാതെ ശാശ്വതമായൊരു നിയമമായി നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. പണവും സമ്പത്തും പ്രകൃതി വിഭവങ്ങളും ആദരവോടും സ്നേഹത്തോടും അഹംബോധം ഇല്ലാതെ തുല്യമായി പങ്കുവെക്കുമ്പോഴാണ് ശരിയായ ആസ്വാദനമുണ്ടാകുന്നത്. അപ്പോഴാണ് സ്വന്തം ജീവിതത്തിലും ജനജീവിതത്തിലും ശാന്തിയും സമാധാനവും നിറയുന്നത്. പണ്ട് നാടുഭരിച്ചിരുന്ന ധർമ്മിഷ്ഠരായ ചില രാജാക്കന്മാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? ശ്രീരാമൻ, മഹാബലി, ശിബി തുടങ്ങിയവരുടെ കഥകൾ അതിന് ഉദാഹരണമാണ്. അന്നും പാവങ്ങളെന്നോ പണക്കാരനെന്നോ ഇല്ല. കള്ളമില്ല, ചതിയില്ല, ബാലമരണങ്ങളില്ല. കൃഷി അങ്ങേയറ്റം സമൃദ്ധമായിരുന്നു. കൃഷിക്കാർ സന്തുഷ്ടരായിരുന്നു. ജനങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. ഇതൊക്കെയാണ് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള പൊതുവായ വർണ്ണന. യുക്തിചിന്ത നടത്തുന്നവർക്കും ബുദ്ധി കൊണ്ട് മാത്രം കാര്യങ്ങളെ നോക്കിക്കാണുന്നവർക്കും ഇവയൊന്നും യഥാർത്ഥമല്ല, അതിശയോക്തിയാണ് എന്ന് തോന്നിയേക്കാം. പക്ഷേ അതങ്ങനെയല്ല. അന്നത്തെ രാജാക്കന്മാർ സ്വന്തം സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കുന്നതിലും അധികാരം നിലനിർത്തുന്നതിലും ഞാൻ ഭാവം ഊതിപ്പെരുപ്പിക്കുന്നതിലും ആയിരുന്നില്ല പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. ധർമ്മത്തിനായിരുന്നു മുൻതൂക്കം. അവർക്ക് രാജകുടുംബാംഗങ്ങളെന്നോ ജനങ്ങളെന്നുമുള്ള വേർതിരിവുണ്ടായിരുന്നില്ല. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഈശ്വരൻ്റെയും മുൻപിൽ എല്ലാവരും തുല്യരായിരുന്നു. പ്രജകളുടെ ഹിതവും പ്രിയവും ആയിരുന്നു അവരുടെ സന്തോഷം. അങ്ങനെയുള്ള ഒരാൾ നാടു ഭരിക്കുമ്പോൾ ഈശ്വരന്, പ്രപഞ്ച നിയമത്തിന്, ധർമ്മത്തിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല. എല്ലാ സാഹചര്യങ്ങളിലും എടുക്കലും കൊടുക്കലും സന്തുലിതമായി അവർ കൊണ്ടുപോയിരുന്നു. ഇന്നത്തെ പോലെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഇത്രയധികം വിടവോ വേർപെടലോ ഉണ്ടായിരുന്നില്ല. അന്ന് ശരിയായ സോഷ്യലിസം ആയിരുന്നു നടപ്പാക്കിയിരുന്നത്. എല്ലാവരും അവരവരുടെ തൊഴിൽ ധർമ്മബോധത്തോടെ ആത്മാർത്ഥമായി സമർപ്പണ ബുദ്ധിയോടെ ചെയ്തിരുന്നു. ആരും ആരെയും ചൂഷണം ചെയ്തില്ല. മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും കൈകോർത്തു പോയ ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ പ്രകൃതി ശക്തികളും ഈശ്വരനും മനുഷ്യന് അനുകൂലമായി നിലകൊള്ളും. ഹരി ഓം. നമഃശിവായ.